ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽത്ത് സർക്യൂട്ട്. നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ പിക്സൽവേഴ്സിൽ നിന്നും പിക്സ്ഫൈ എന്ന് പറയുന്ന നമ്മുടെ ടോക്കൺ ക്ലെയിം ചെയ്യാമെന്നുള്ളതാണ്. ഡയറക്റ്റ്ലി നമ്മുടെ വാലറ്റിലേക്ക് വരുമ്പോൾ സ്റ്റേക്ക് ചെയ്യാൻ പറ്റുമോ, അതുപോലെ തന്നെ എന്താണ് ഡാഷ്ബോർഡിൻ്റെ കേസ് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തെത്തി. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും കൃത്യസമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരും. അതുപോലെ തന്നെ ഇനി വരുന്ന എല്ലാ അപ്ഡേറ്റ്സും കിട്ടാനായിട്ട് ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്ത് വെക്കുക. എല്ലാ അപ്ഡേറ്റ്സും നമ്മൾ അവിടെയാണ് ആദ്യം പോസ്റ്റ് ചെയ്യുക. നമ്മളിപ്പോൾ നമ്മുടെ പിക്സൽവേഴ്സിൻ്റെ ബോട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ക്ലെയിം എന്ന് പറയുന്ന ബട്ടൺ കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാൽ ബോട്ട് ഓപ്പൺ ആവുന്നില്ലെങ്കിൽ മനസ്സിലാക്കുക, ഓവർലോഡ് ആയിട്ടുണ്ടാവും. ഞാനിപ്പോൾ ഏർലി മോർണിംഗ് ആണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ എനിക്ക് വർക്കിംഗ് ആണ്. നിങ്ങൾക്ക് ചിലപ്പോൾ എല്ലാവരും കൂടി ഒരു ബോട്ടിലേക്ക് കയറി കഴിഞ്ഞിട്ടാണ് നിങ്ങൾ കയറുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ലാഗും കാര്യങ്ങളും എറേഴ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക, ക്ഷമയോടെ വെയിറ്റ് ചെയ്യുക. ലോഡ് കുറയുമ്പോൾ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇനിയും 5 ദിവസം ക്ലെയിം ചെയ്യാൻ ബാക്കിയുണ്ട്. 5 ദിവസത്തിന് മുന്നേ തന്നെ ക്ലെയിം ചെയ്യുക എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. 5 ദിവസം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ്ലി അങ്ങനെ ക്ലെയിം ചെയ്യാൻ നോക്കാം. ജസ്റ്റ് ഇവിടെ നമുക്ക് ക്ലെയിം എന്ന് പറയുന്ന ബട്ടൺ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു പേജിലേക്കാണ് വരിക. ഇവിടെ നമ്മുടെ NFT കാണാം. നിങ്ങൾ ലെവൽ 10 ഉള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ലെജൻഡറി NFT ആണ് കിട്ടുക. ഈ NFT നമുക്ക് സ്റ്റേക്ക് ചെയ്ത് ഇതൊന്നും നമുക്ക് പിക്സ്ഫൈ ടോക്കൺ ആയിട്ട് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും ഫ്യൂച്ചറിൽ. അതൊക്കെ നമ്മൾ ഫ്യൂച്ചറിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യും. ഇപ്പോൾ നമുക്ക് ഈ NFT ക്ലെയിം ചെയ്യാൻ പറ്റുക 25-ാം തീയതിയാണ്. 25-ന് നമുക്ക് ക്ലെയിം ചെയ്യാം, എന്നിട്ട് സ്റ്റേക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ വീഡിയോ നമ്മൾ തീർച്ചയായിട്ടും അന്ന് ചെയ്യുന്നതാണ്. ഇനി നമ്മൾ ചെയ്യേണ്ട നെക്സ്റ്റ് സ്റ്റെപ്പ് അടിക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് അടിക്കുമ്പോൾ നമുക്കിവിടെ ക്ലെയിം കാണാം, അതുപോലെ തന്നെ ടൈം കാണാം, നമുക്ക് എത്ര ടോക്കൺ ഉണ്ടെന്നും കാണാം. ടൈമിന് 5 ദിവസമാണുള്ളത്. 5 ദിവസത്തിനുള്ളിൽ ക്ലെയിം ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ടോക്കൺസ് കിട്ടില്ല. അതിന് മുമ്പ് തന്നെ ക്ലെയിം ചെയ്യണം. നിങ്ങൾക്ക് എത്ര ടോക്കൺ ഉണ്ടെന്നും കാണാം. അത് നിങ്ങളുടെ ലെവൽ അനുസരിച്ചാണ്. ഓക്കെ, അപ്പോൾ ക്ലെയിം അടിക്കുക. അപ്പോൾ നിങ്ങളുടെ വാലറ്റ് അഡ്രസ്സ് കൊടുക്കാൻ പറയും. ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമുണ്ട്. ഇവർ നോൺ കസ്റ്റോഡിയൽ വാലറ്റ് കൊടുക്കാൻ പറയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ബൈബിറ്റ് പോലുള്ള എക്സ്ചേഞ്ചുകളുടെ വാലറ്റ് നിങ്ങൾ കൊടുക്കരുത്. ഓക്കെ, ബൈബിറ്റ് പോലുള്ള എക്സ്ചേഞ്ചുകളുടെ വാലറ്റ് നിങ്ങൾ കൊടുക്കരുത് എന്ന് കൃത്യമായിട്ട് ഇവരോട് പറയുന്നുണ്ട്. എക്സ്ചേഞ്ചിലെ വാലറ്റ് നിങ്ങൾ കൊടുത്താൽ നിങ്ങളുടെ ടോക്കൺ മുഴുവനായിട്ട് നഷ്ടപ്പെടും. നമ്മളൊരു മെറ്റാമാസ്കോ അല്ലെങ്കിൽ OKX വാലറ്റോ അതുപോലുള്ള വാലറ്റുകൾ മാത്രം കൊടുക്കുക. എക്സ്ചേഞ്ചിൻ്റെ വാലറ്റ് കൊടുക്കരുത്. എന്ന് വെച്ചാൽ ബൈബിറ്റ്, ബൈനാൻസ്, MEX, വിങ്എക്സ് ഇതുപോലുള്ള ഒരു വാലറ്റ് നമുക്ക് സെല്ലും ബൈയും ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്ചേഞ്ചിൻ്റെ വാലറ്റ് കൊടുക്കരുത്. കൊടുത്താൽ നിങ്ങളുടെ ടോക്കൺസ് മുഴുവനായിട്ടും ലോസ്റ്റ് ആവും. പിന്നീട് നിങ്ങൾക്ക് കിട്ടില്ല. ഓക്കെ, റിക്കവർ ചെയ്യാൻ ഒരു വഴിയില്ല. ഏതാണോ നിങ്ങൾ ഇതിനു മുമ്പ് ബോട്ടിലും ഡാഷ്ബോർഡിലും കണക്ട് ചെയ്ത വാലറ്റ് അത് തന്നെ കൊടുക്കണം. ഓക്കെ, അല്ലാതെ നിങ്ങൾക്ക് തോന്നുന്നത് കൊടുക്കാൻ പറ്റില്ല. നിങ്ങൾ ഏതാണോ മുൻപ് കൊടുത്തത് അത് തന്നെ കൊടുക്കുക എന്ന കാര്യം ശ്രദ്ധിക്കുക. ഞാനിവിടെ OKX വാലറ്റാണ് കൊടുത്തത്, അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ OKX ഓപ്പൺ ചെയ്തു. അതിനുശേഷം എൻ്റെ ID കോപ്പി ചെയ്യാൻ, എൻ്റെ അഡ്രസ്സ് കോപ്പി ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ജസ്റ്റ് ഒരു കോപ്പി ബട്ടൺ കാണാം, അത് ക്ലിക്ക് ചെയ്തു. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറേ ചെയിനുകൾ കാണാം. ബിറ്റ്കോയിൻ കാണാം, ഇതേറിയം കാണാം. നമുക്ക് വേണ്ട ഇതേറിയമാണ്. ഓക്കെ, അപ്പോൾ ഇതേറിയത്തിൻ്റെ സൈഡിൽ ഒരു കോപ്പി ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ OKX വാലറ്റ് അല്ല യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് വാലറ്റ് ആണെങ്കിലും എന്ത് ചെയ്യുക, നിങ്ങൾ പോയിട്ട് റിസീവ് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏതാണ് റിസീവ് ചെയ്യേണ്ടത് ചോദിക്കും. അവിടെ ഇതേറിയം സെലക്ട് ചെയ്യുക. ഇതേറിയം സെലക്ട് ചെയ്താൽ നിങ്ങളുടെ അഡ്രസ്സ് അവിടെ കാണാം, അത് കോപ്പി ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവന്നിട്ട് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് താഴെ ഒരു ചെക്ക് ബോക്സ് ഉണ്ടാവും, അത് ചെക്ക് ചെയ്തതിന് ശേഷം അതും ഇത് തന്നെയാണ്, നോൺ കസ്റ്റോഡിയൽ വാലറ്റ് ആണ്, അതുപോലെ തന്നെ എക്സ്ചേഞ്ചിൻ്റെ വാലറ്റ് അല്ല, അതായത് ബൈബിറ്റ് പോലുള്ള വാലറ്റുകളല്ല എന്ന കാര്യം നമ്മൾ ഉറപ്പ് വരുത്തിയതിന് ശേഷം ക്ലെയിം അടിക്കുക. ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നതിന് മുമ്പ്, ഞാനിപ്പോൾ ഇത്രയും രാവിലെ തന്നെ ചെയ്യുന്നത് ആരും അങ്ങനെ ചെയ്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിന് മുമ്പ് നിങ്ങൾ ഇതുപോലെ ബൈബിറ്റിൻ്റെ വാലറ്റ് എടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മുഴുവൻ ടോക്കൺസും പോയി. ഓക്കെ, ഇനി നിങ്ങൾക്ക് എടുക്കാനുള്ള ഒരു വഴിയില്ല. അതിന് നമുക്ക് റിക്കവർ ചെയ്യാനുള്ള ഒരു വഴി നിലവിലില്ല. നോർമൽ ഒരു വാലറ്റ് കൊടുക്കുക, എക്സ്ചേഞ്ചിൻ്റെ വാലറ്റ് കൊടുക്കരുതെന്ന കാര്യം അവസാനമായിട്ട് കൂടി പറയുകയാണ്. അതിനുശേഷം ക്ലെയിം എന്നടിച്ച് കഴിഞ്ഞാൽ ക്ലെയിം ആയി കഴിഞ്ഞു. ഓക്കെ, ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ ക്ലെയിമായി, കാരണം ആരും കയറിയിട്ടില്ല. രാവിലെ തന്നെ ഞാൻ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നതിൻ്റെ ചിലപ്പോൾ കുറച്ച് ലോഡിങ്ങും കാര്യങ്ങളും എറേഴ്സും കാര്യങ്ങളൊക്കെ വരാം. അപ്പോൾ വീണ്ടും ചെയ്യുക എന്നുള്ളൊരു കാര്യം മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡാഷ്ബോർഡിലേക്ക് പോകാനാണ് പറയുന്നത്. ഡയറക്റ്റ്ലി ഗ്യാസ് ഫീ ഒന്നും ഇല്ലാതെ നമുക്ക് ക്ലെയിം ആയതിൻ്റെ കാരണം ഇത് ഇനി സ്റ്റേക്കിംഗ് സിസ്റ്റത്തിലേക്കാണ് പോകുന്നത്. നമ്മളിനി കുറച്ച് കാലം സ്റ്റേക്ക് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഡാഷ്ബോർഡിലേക്ക് പോകാനാണ് പറയുന്നത്. നമുക്കിപ്പോൾ ഡാഷ്ബോർഡിലേക്ക് പോകാം. ഡാഷ്ബോർഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ മോർണിംഗ് ചെയ്യുന്നതുകൊണ്ട് എനിക്കിപ്പോൾ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വരികയാണെങ്കിൽ വീണ്ടും ട്രൈ ചെയ്യുക. ലോഡ് കുറയുന്നവരെ ട്രൈ ചെയ്യാവുന്നൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ സ്റ്റേക്കിംഗ് പേജിലേക്ക് പോകും. ഞാനിപ്പോൾ അങ്ങനെ പോയില്ലെങ്കിൽ എങ്ങനെ ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ ഡയറക്റ്റ്ലി പോയെങ്കിലും ഒരു പ്രശ്നമില്ല. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ മെനു ബട്ടൺ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് കാണാം. ഇവിടെ നിങ്ങൾക്ക് സ്റ്റേക്കിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം, ഇത് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ വാലറ്റ് കണക്ട് ചെയ്യാൻ പറയും. നമ്മൾ നേരത്തെ നമ്മുടെ പിക്സൽവേഴ്സിൻ്റെ ബോട്ടിൽ കൊടുത്ത സെയിം വാലറ്റ് സെലക്ട് ചെയ്യണം. ഞാനിവിടെ എൻ്റെ OKX ആണ് കൊടുത്തത്. ബൈബിറ്റ് ചെയ്യരുത്. ഓക്കെ, ബൈബിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടില്ല എന്ന കാര്യം ഞാൻ വീണ്ടും പറയുകയാണ്. നിങ്ങളുടെ എല്ലാ ടോക്കണും വേസ്റ്റ് ആവും, വെറുതെ പോകും. ഓക്കെ, അപ്പോൾ ഞാൻ OKX സെലക്ട് ചെയ്ത് കൊടുത്തു. നിങ്ങൾ ഏതാണ് മെറ്റാമാസ്ക് ആണെങ്കിൽ മെറ്റാമാസ്ക്, ഏതാണ് നിങ്ങളുടെ വാലറ്റ് എന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് OKXൻ്റെ ഉള്ളിൽ നമ്മളുടെ ഡാഷ്ബോർഡ് ഓപ്പൺ ആയി വരും. ഓപ്പണായി വരുമ്പോൾ കണക്റ്റഡ് ടു ഇതേറിയം എന്ന് പറയുന്ന സംഭവം കാണാം. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 5K എൻ്റെ ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി സ്റ്റേക്കായി. 5.2K ആണ് എനിക്ക് കിട്ടിയത്. 10 ലെവലിൽ എല്ലാവർക്കും 5210 ടോക്കണാണ് കിട്ടിയത്. ഓട്ടോമാറ്റിക്കലി എൻ്റെ സ്റ്റേക്ക് ടോക്കണിലേക്ക് പോയി. എന്ന് വെച്ചാൽ നമുക്ക് അവിടെ സ്റ്റേക്കായി. എന്താണ് സ്റ്റേക്ക് എന്ന് അറിയാത്തവർക്ക്, നമ്മളൊരു ബാങ്കിലൊക്കെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട് വെക്കുന്ന പോലെയാണ്. കുറച്ച് കാലത്തേക്ക് നമ്മളുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് വെക്കണം. അപ്പോൾ ആ വെക്കുന്നതിനുള്ളൊരു പലിശ പോലെ, നമുക്കൊരു ഇൻട്രസ്റ്റ് പോലെ കുറച്ച് എമൗണ്ട് നമുക്ക് തിരിച്ച് കിട്ടും ഇതിനൊപ്പം തന്നെ. ഓക്കെ, അപ്പോൾ ഇതെപ്പോഴാണ് സ്റ്റേക്കിംഗ് തീരുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും പുറത്ത് വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും അതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ വരാനുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റേക്ക് ആകുമ്പോൾ നമുക്ക് കാണാം ഡ്രോപ്പ് ടിക്കറ്റ്, അതുപോലെ ഡ്രോപ്പ് ടിക്കറ്റ് പെർ ഡേ.
അപ്പോൾ ഈ ഡ്രോപ്പ് ടിക്കറ്റ് ഞാൻ രാവിലെ കയറി നോക്കിയപ്പോൾ എനിക്ക് 12 എന്നാണ് ഉണ്ടായിരുന്നത്, അതിപ്പോൾ 24 ആയിട്ടുണ്ട്. അപ്പോൾ ഡ്രോപ്പ് ടിക്കറ്റ്സ് പെർ ഡേ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റേക്ക് ചെയ്തതിൻ്റെ റിവാർഡായിട്ട് നമുക്ക് ഓരോ ദിവസവും 53.4 ഡ്രോപ്പ് ടിക്കറ്റ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഡ്രോപ്പ് ടിക്കറ്റിൻ്റെ യൂസ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി ഫ്യൂച്ചറിൽ അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് സെല്ല് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം അറിയണം അല്ലേ. അപ്പോൾ നമുക്ക് ഇപ്പോൾ തന്നെ എടുത്ത് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ 10% കിട്ടും. ഇപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന 5200 കോയിൻ ആണെങ്കിൽ ഇതിൻ്റെ 10%, അതായത് 520 കോയിൻ മാത്രമേ നിങ്ങൾക്ക് ഇപ്പോൾ സെല്ല് ചെയ്യാൻ പറ്റൂ. ഇപ്പോൾ തന്നെ നിങ്ങൾ സെല്ല് ചെയ്യുകയാണെങ്കിൽ 10% മാത്രമേ നിങ്ങൾക്ക് കിട്ടൂ. ഈ സ്റ്റേക്കിംഗ് പീരീഡ് കഴിയുന്നവരെ വെയിറ്റ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ 100%, അതായത് കിട്ടിയ മുഴുവൻ ടോക്കൺസും നിങ്ങൾക്ക് വിഡ്രോ അടിച്ച് സെല്ല് ചെയ്യാൻ പറ്റുക. തിരക്കാക്കി സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10% മാത്രമേ ഇപ്പോൾ കിട്ടൂ. പിന്നീട് 90% കിട്ടുമെന്ന് വിചാരിക്കരുത്. നിങ്ങൾ ആ 10% എടുത്തു കഴിഞ്ഞാൽ പിന്നീട് ആ 90% മുഴുവനായിട്ടും പോകും, പിന്നെ നിങ്ങൾക്ക് എടുക്കാനേ പറ്റില്ല. അത് കമ്മ്യൂണിറ്റി ഇൻസെൻറ്റീവ് പൂളിലേക്ക് പോകും എന്ന് പറഞ്ഞത് ലോസ്റ്റ് ആവുന്ന ടോക്കൺസ് ആണെന്ന് വെച്ചാൽ ക്ലെയിം ചെയ്യുന്നതൊക്കെ തെറ്റിക്കുന്നവരുടെ ടോക്കണാണ് കമ്മ്യൂണിറ്റി ഇൻസെൻറ്റീവ് പൂളിലേക്ക് വീണ്ടും റീസൈക്കിളായി പോകുക എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോയതാണെന്ന് തോന്നുന്നു. ഇപ്പോൾ എനിക്ക് കൺഫേം ആയിട്ട് അത് അറിയില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ തീർച്ചയായും ടെലഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാം. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ബാലൻസ് 0 കാണാം. അതുപോലെ തന്നെ റഫിൾ തീരുന്ന ഡേറ്റ് 13 ദിവസം കാണാം. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ സ്റ്റേക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ മാക്സ് അടിച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ സ്റ്റേക്ക് ചെയ്യാൻ ടോക്കൺസ് ഇല്ല. ഓക്കെ, നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ ബോട്ടിൽ നിന്ന് ക്ലെയിം ചെയ്തപ്പോൾ അതിന് ഓട്ടോമാറ്റിക്കലി സ്റ്റേക്ക് ആയി കഴിഞ്ഞു. പിന്നീട് നമ്മൾ സ്റ്റേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ സ്റ്റേക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഡാഷ് ബോർഡിൽ ടോക്കൺസ് കിട്ടിയവർക്കാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഡാഷ് ബോർഡിൽ എങ്ങനെ ടോക്കൺസ് ഏൺ ചെയ്യാന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും എൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. ഡീറ്റെയിൽ ആയിട്ട് അറിയേണ്ടവർ ആ ഒരു വീഡിയോ കാണുക. ഡാഷ് ബോർഡിൽ നമുക്ക് ടോക്കൺസ് തരുന്ന 2 കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ എത്ര ബോട്ടുകളുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഓരോ ബോട്ടിൻ്റെ ലെവൽ എത്രയാണെന്ന് നോക്കിയിട്ടാണ് നമുക്ക് ഡാഷ് ബോർഡിൽ ടോക്കൺസ് തരുന്നത്. ടെലഗ്രാം ബോട്ടിലല്ല, ഡാഷ് ബോർഡിൽ. മെനു എടുത്തതിന് ശേഷം പെറ്റ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പെറ്റ് ഉണ്ട് എന്നുള്ളത് ജസ്റ്റ് ചേഞ്ച് ബോട്ട് അടിച്ചാൽ കാണാം. എൻ്റെ കയ്യിൽ നിലവിൽ 5 ബോട്ടും ഉണ്ട്. ഓരോന്നിൻ്റെ ലെവൽ 3 ആണ്, എല്ലാത്തിൻ്റെ ലെവൽ 3 ആണ്. എന്നിട്ട് എനിക്ക് കിട്ടിയ റിവാർഡ് എത്രയാണ് നമുക്ക് നോക്കാം. റിവാർഡ് എത്രയാണ് നോക്കാൻ വേണ്ടി മെനു ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇവിടെ ഏർലി അഡോപ്റ്റർ എന്ന് പറയുന്ന ബട്ടൺ കാണാം, അല്ലെങ്കിൽ ഒരു ഇമേജ് കാണാം. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടിയ NFT അൺകോമൺ ആണ്. എനിക്ക് ഇവിടുന്ന് ഒരു NFT കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ടാവും. എനിക്ക് കിട്ടിയിരിക്കുന്ന NFT അൺകോമൺ ആണ്. അതിന് താഴേക്ക് വരുമ്പോൾ എനിക്ക് കിട്ടുന്ന പിക്സ് വൈ എന്ന് പറഞ്ഞാൽ 0 ആണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ എൻ്റെ എല്ലാ ബോട്ടിനും 3 ലെവൽ മാത്രമേ ഉള്ളൂ. ഇതിന് ലെവൽ കൂട്ടണം എന്നുള്ള കാര്യം നമ്മളോട് ആരും പറഞ്ഞിട്ടില്ല, നമുക്കറിയില്ലായിരുന്നു. നമ്മൾ കോമൺ സെൻസ് യൂസ് ചെയ്ത് ചെയ്യേണ്ട കാര്യമായിരുന്നു നമുക്ക് എല്ലാ ബോട്ടിനും ഇവിടെ അപ്ഗ്രേഡ് ചെയ്യണം എന്നുള്ള കാര്യം. അപ്പോൾ അത് നമുക്കറിയാത്തതുകൊണ്ട് തന്നെ നമ്മളത് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടുന്ന് ഡാഷ് ബോർഡിൽ നിന്ന് ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. 0 പോയിൻറ്റ്സ് ആണ് എനിക്ക് കിട്ടിയത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ എൻ്റെ ബാലൻസ് 63K ഉണ്ട്. ഓക്കെ, പിക്സ് നോക്കുകയാണെങ്കിൽ എനിക്ക് 68 ലെവലായിട്ടുണ്ട്. അതിനർത്ഥം എൻ്റെ കയ്യിൽ 68,000 പിക്സ് ടോക്കൺസ് ഡാഷ് ബോർഡിൽ ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ ഇതിന് യൂസ് ഇല്ലെന്ന് കുറേ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവും. നമ്മൾ ഈ ഒരു എടുത്തു വെച്ച ബോട്ടിലെയും അതുപോലെ തന്നെ ഡാഷ് ബോർഡിലെയും പോയിന്റ്സ് തീർച്ചയായിട്ടും യൂസ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ വേസ്റ്റ് ചെയ്യരുത്, ഇനി ആവശ്യമുണ്ട്. നമുക്ക് സ്റ്റേക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്താൽ അടുത്ത കാര്യമായിട്ട് തുടങ്ങുന്നത് പിക്സൽ ചെയിൻ ആണ്. ഓക്കെ, പിക്സൽ ചെയിൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡാഷ് ബോർഡിലും അതുപോലെ തന്നെ ടെലഗ്രാം ബോട്ടിലും പുതിയ ടാസ്കുകൾ വരും. അവിടെ നമുക്ക് നമ്മളുടെ ഈ ബാലൻസ് കൊണ്ട് യൂസ് ഉണ്ട്. എന്താണ് യൂസ് എന്ന് ഇപ്പോൾ വ്യക്തമായിട്ട് അറിയില്ല, പക്ഷേ നമുക്ക് ഈ ഒരു പിക്സൽവേഴ്സിൻ്റെ ഡാഷ് ബോർഡിലും അതുപോലെ തന്നെ ടെലഗ്രാം ബോർഡിലുള്ള ബാലൻസുകൾ നമുക്ക് യൂസ് ചെയ്ത് ഇവരുടെ ഇൻ ഗെയിം യൂട്ടിലിറ്റി ഒക്കെ പർച്ചേസ് ചെയ്യാനും അതുപോലെ തന്നെ അതിലൂടെ നമുക്ക് പിക്സ് വൈ ഏൺ ചെയ്യാനും പറ്റും. പിക്സ് വൈ ടോക്കൺസ് വീണ്ടും നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിന് അഡ്വാൻറ്റേജ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ തന്നെ വിഡ്രോ അടിക്കേണ്ടവർ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഒരിക്കലും ഇത് ചെയ്യരുത്. നിങ്ങൾക്ക് 10% മാത്രമേ കിട്ടൂ, പിന്നെ കൂട്ടാൻ പറ്റില്ല. ഓക്കെ, നിങ്ങൾക്ക് 10% എടുത്തു കഴിഞ്ഞാൽ ബാക്കി 90% കിട്ടില്ല. ഇനി അത് വേണ്ട, 10% മാത്രം മതി എന്നുള്ളവർ എന്ത് ചെയ്യുക, ഇവിടെ നമുക്കൊരു ബട്ടൺ കാണാം, നമുക്ക് വിഡ്രോ അടിക്കാനുള്ളത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എത്ര പിക്സ് വൈ ടോക്കൺ ഉണ്ടെന്ന് കാണും. നമ്മൾ ഈ ഒരു പിക്സ് വൈ ടോക്കൺ സ്റ്റേക്ക് ചെയ്തതുകൊണ്ട് നമുക്ക് കിട്ടുന്ന റിവാർഡ് എന്ന് പറഞ്ഞാൽ ഡ്രോപ്പ് ടിക്കറ്റുകളാണ്. ഓരോ ദിവസവും 0.05 ഡ്രോപ്പ് ടിക്കറ്റ് വെച്ച് എനിക്കിപ്പോൾ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ റിവാർഡിനനുസരിച്ചാണ് ഡ്രോപ്പ് ടിക്കറ്റ് ഉണ്ടാവുക. ഓക്കെ, ഇവിടെ അൺസ്റ്റേക്ക് എന്ന് പറയുന്ന ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്താൽ അൺസ്റ്റേക്ക് ആവും. ഇവിടുന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ബൈബിറ്റിലേക്കോ ഏത് എക്സ്ചേഞ്ചിലേക്കും കൊണ്ടുപോയി സെല്ല് ചെയ്യാൻ പറ്റും. ഞാനത് കാണിച്ചു തരുന്നില്ല, കാരണം ഞാൻ ഒരിക്കലും ഇവിടുന്ന് എന്തായാലും വിഡ്രോ അടിക്കാൻ പോകുന്നില്ല. ഇപ്പോൾ ഞാൻ സ്റ്റേക്ക് ചെയ്ത് വെക്കാൻ തന്നെയാണ് പോകുന്നത്. സ്റ്റേക്ക് ചെയ്യുന്നതുകൊണ്ട് എന്തായാലും ഗുണമുണ്ടാവും. എല്ലാവരും സ്റ്റേക്ക് ചെയ്ത് വെക്കുക, ഒരിക്കലും അൺസ്റ്റേക്ക് ചെയ്യരുത്. അൺസ്റ്റേക്ക് ചെയ്താൽ വീണ്ടും സ്റ്റേക്ക് ചെയ്യാനുള്ള ഓപ്ഷനൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. പിന്നെ അറിയാതായി പോയി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു ബട്ടൺ നെക്കാതെ അതിൻ്റെ അടുത്തേക്ക് പോകാതിരിക്കുക. പിന്നെ ഇവിടെ ഒരു ഹിസ്റ്ററിൻ്റെ ബട്ടൺ കാണാം. ഹിസ്റ്ററി ഒന്നും ഇപ്പോൾ എനേബിൾഡ് അല്ല, കാരണം നമ്മൾ ഒറ്റ പ്രാവശ്യം സ്റ്റേക്ക് ആയിട്ടുള്ളൂ. ഇനി നമുക്ക് കിട്ടുന്ന ടോക്കൺസ് വേണമെങ്കിൽ ഇവിടെ സ്റ്റേക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഹിസ്റ്ററിയിൽ വരും. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും ചെയ്ത് വെക്കുക, സ്റ്റേക്ക് ചെയ്ത് വെക്കുക. എന്നാണ് സ്റ്റേക്കിംഗ് തീരെ എന്നുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും അപ്ഡേറ്റ് വരുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും അതിനെപ്പറ്റി വീഡിയോസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. തീർച്ചയായും ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. എല്ലാ അപ്ഡേറ്റ്സ് നമ്മൾ ആദ്യം അവിടെയാണ് പോസ്റ്റ് ചെയ്യുക. ഇനി അഥവാ ബൈബിറ്റിൻ്റെ വാലറ്റൊക്കെ ആദ്യം കണക്ട് ചെയ്തവരുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, ബൈബിറ്റ് മാറ്റി OKXോ മെറ്റാമാസ്കോ ആക്കുക എന്നുള്ള കാര്യം. അപ്പോൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നടക്കുന്നത്. ഒരിക്കലും ഒരു പെട്ടെന്ന് കാര്യങ്ങൾ മാറ്റിയിട്ടൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ലൈക്ക്, ഷെയർ, സബും ഒക്കെ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. സീ യു സൂൺ. ബൈ.